കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിൽ പോകാതെ കള്ളമടിച്ച് വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നപ്പോഴേ വേണ്ട 2 ബഹിരാകാശ ജീവികൾ വന്ന് വീട്ടിൽ കയറി. അങ്ങനെ അവരെ റെഡിയാക്കി വാരിപ്പറക്കി വണ്ടിക്കകത്തിട്ട് അടച്ചിട്ട് ഈ പാതിരാത്രി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നതാണേ. പോണ വഴിക്ക് നമ്മുടെ സ്വന്തം വിഷ്ണു വിക്രമനും ഉണ്ടായിരുന്നേ. അങ്ങനെ അവനെ എടുത്ത് വണ്ടിക്കകത്തിട്ട് അടച്ച് പകുതി എത്തിയപ്പം വിശന്ന് പിന്നൊന്നും നോക്കിയില്ല, നേരെ സംസമിലോട്ട്. അങ്ങനെ അവിടെ ഇരുന്ന് വിഷ്ണു നൈനുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ നൈനുവിൻ്റെ ഒടുക്കത്തെ ജാട. ഇനി അടുത്തൊരു കാര്യമുണ്ടേ, ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ഒരാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നൈനുവിൻ്റെ പിണക്കോ കണ്ടിരുന്നപ്പം വേണ്ട ആവി പറക്കണം നല്ല ചൂട് സൂപ്പ്. അങ്ങനെ ആ സൂപ്പ് കൊടുത്ത് നൈനുവിൻ്റെ പിണക്കം കുറച്ചൊക്കെ മാറ്റി. പിന്നെ സൂപ്പിൻ്റെ സൈഡിലിരിക്കുന്ന സാധനം കണ്ടാ, അത് ആർക്കും കൊടുക്കാതെ ചുമ്മാ വാരി തിന്നാനായിട്ട് മാറ്റി വെച്ചൊക്കെയാണ്. അങ്ങനെ സൂപ്പിരുന്ന പാത്രം വടിച്ചു നക്കി മാറ്റി വെച്ചപ്പം വേണ്ട നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ട് മേശപ്പുറത്ത് അവരങ്ങനെ വച്ച്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിലുള്ള ആരുടെ ബർത്ത്ഡേ ആണെന്ന്. എന്നാലല്ല, സംഭവം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുത്തി വീണ്ടും പിണങ്ങി. വേറൊന്നിനുമല്ല, കുടിച്ചോണ്ടിരുന്ന സൂപ്പ് ഉടുപ്പിൽ വീണ് അത് പോണില്ല എന്നും പറഞ്ഞ്. അങ്ങനെ കഴിച്ചിറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പടക്കുതിരയുടെ അടുത്തെത്തി. ഇതിനിടയ്ക്ക് നന്ദൻകോടുള്ള കേക്ക് വേൾഡിൽ പോയി ഒരു കേക്ക് എടുത്ത് നമ്മൾ ബർത്ത്ഡേ ഗേളിനെ കാണാനായിട്ടുള്ള പോക്കാണേ. അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ നൈനു കേക്കും തൂക്കി പിടിച്ച് ചാടാനുള്ള വെപ്രാളത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളെ പടക്കുതിരയെ വീട്ടിനകത്തോട്ട് കയറ്റി അങ്ങ് പാർക്ക് ചെയ്ത്. ആ വീട്ടിലെ മെയിൻ വ്യക്തിയാണിത്, ചോക്കോ. ബാക്കി ആ പുറകിൽ നിൽക്കുന്നവരൊക്കെ സെക്കൻഡറി ആണ്. അങ്ങനെ ചോക്കോയും കളിപ്പിച്ച് ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ബർത്ത്ഡേ ഗേൾ. അങ്ങനെ ആവേശഭരിതമായ കേക്ക് കട്ടിങ്ങിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്കിൻ്റെ മുകളിലുള്ള ഓരോരോ സാധനങ്ങളും നൈനും ഞാനും കൂടെ നിന്ന് നുള്ളിപ്പറക്കി തിന്നെയാണ് ഗൈസ്. എന്നിട്ടൊരു ജ്യൂസൊക്കെ അകത്താക്കി അങ്ങനെ ഇരുന്നപ്പോഴേ ഇവിടെ ഒരാളുടെ അമ്മ ചുമയുടെ മരുന്ന് കഴിക്കാതെ ജ്യൂസും കുടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് വഴക്ക്. അങ്ങനെ അമ്മ തന്നെ പോയി ഗുളിക എടുത്തുകൊണ്ട് കൊടുത്ത്. എന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി കൈ പോയത് നേരെ തണുത്ത വെള്ളത്തിൽ. പിന്നെ അമ്മ നിൽക്കുന്നതുകൊണ്ട് നൈസായിട്ട് ചൂടുവെള്ളത്തിലേക്ക് മാറ്റി. എന്നിട്ട് സുചിത്ര നൈനുവിനെടുത്ത് മടി വെച്ചപ്പം അത് കണ്ട് അസൂയ മൂത്ത് ചോക്കോയും ചാടി കയറി അങ്ങ് ഇരുന്നു. ഇനി നമുക്ക് ബർത്ത്ഡേകളുടെ 2 വാക്ക് കേൾക്കാം. ബർത്ത്ഡേ എന്നും പറഞ്ഞ് കേക്ക് കൊണ്ട് തന്നു, ഒരു ശകലം തന്നിട്ട് ബാക്കി മുഴുവൻ പ്രേക്ഷകരെ നിങ്ങൾ കാണണം, ഇതാ കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടുത്തെ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതാണ്ട് ടാറ്റ തന്ന് യാത്രയാക്കുകയാണ് പ്രിയ ബർത്ത്ഡേ ഗേൾ സുചിത്ര. അങ്ങനെ സുചിത്രയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പാതി വഴി കൊണ്ട് വിഷ്ണുവിനെയും ചവിട്ടി ഇറക്കി അവനെയും പറഞ്ഞു വിട്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലത്തെ സീറ്റിൽ കിടന്ന് നൈനു നല്ല സുഖം ഉറക്കം. എന്നിട്ട് അരുവിക്കര കുമ്മി വഴി ചവിട്ടി പറത്തി അങ്ങ് വിട്ട്. ഇവിടെ ഭയങ്കര പ്രേതബാധ ശല്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പണ്ട് മുതലേ എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനിതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല. എങ്കിലും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ചവിട്ടി അങ്ങ് പറത്തി. അങ്ങനെ വീട്ടിലെത്തി ഉറങ്ങിക്കിടന്ന കുരിപ്പിനെയൊക്കെ വിളിച്ചുണർത്തി നേരെ വീട്ടിനകത്തോട്ട് കയറി. അപ്പം തന്നെടാ വീണ്ടും പിണക്കം, ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി എന്നും പറഞ്ഞു.